നമ്മൾ ഹിംസ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാളെ കായികവും ശാരീരികവുമായി ആക്രമിക്കാൻ പാടില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ 977 പേര് എന്നൊരു വാർത്ത നമ്മൾ കാണുക. ശശികല ടീച്ചറിനും ശ്രീ വത്സൻ തില്ലങ്കേരിക്കും അടക്കം അതിൽ ത്രെറ്റ് ഉണ്ട് എന്ന വാർത്ത നമ്മൾ കാണുക. എല്ലാ വിഭാഗങ്ങളിലും, ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും എല്ലാം തീവ്ര സുരക്കാരും റാഡിക്കൽസും ഉണ്ടാകും. നമ്മുടെ തീവ്രതയൊക്കെ തർക്കത്തിലൊക്കെ നമ്മളങ്ങ് ഒതുക്കണം, സംസാരത്തിൽ ഒതുക്കണം, സംവാദത്തിൽ ഒതുക്കണം. അത് ഭീകരതയിലേക്ക് ഒരു കാരണവശാലും പോകരുത്. അതുകൊണ്ട് ശശികല ടീച്ചറാണ്, ശശികല ടീച്ചറടക്കം ജില്ലാ ജഡ്ജി ആരാന്നറിയില്ല, പേര് വന്നില്ല, ആരാണെങ്കിലും അവരോടെല്ലാം നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ശക്തമായിട്ട് തന്നെ ഇതിനെ കണ്ടം ചെയ്യണം, അപലപിക്കണം. വീഡിയോയുടെ പ്രാരംഭം കണ്ട ഒരാളും തെറ്റിദ്ധരിക്കരുത്, ഇത് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറിനുള്ള മറുപടിയാണെന്ന്. ഞാൻ ഏറെ ആദരിക്കുന്ന, എൻ്റെ സഹോദര തുല്യനായി കാണുന്ന, അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും അധ്വാനവും ഏറെ ആദരപൂർവ്വം കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കുവെച്ച ആശയത്തോട് നമ്മുടെ ചിന്ത നമ്മൾ പങ്കുവെക്കുകയാണ്, അത്രമാത്രം. ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ്, ആ ഹിറ്റ് ലിസ്റ്റിൽ ശശികല ടീച്ചർ, വത്സൻ തില്ലങ്കേരി, ഒരു ജില്ലാ ജഡ്ജ്, അദ്ദേഹം ആലുവക്കാരനാണെന്ന് പറയുന്നു, അദ്ദേഹം ഉൾപ്പെടെ 900-ലധികം ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനെ അധികരിച്ചുകൊണ്ട് രാഹുലേട്ടൻ പറഞ്ഞത് മുസ്ലിം സമുദായം അപലപിക്കണമെന്നാണ്. മുസ്ലിം സമുദായം പല കാര്യങ്ങളിലും അപലപിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 2014 ജോസഫ് മാഷിൻ്റെ കൈവെട്ടപ്പെടുന്നു. കൈവെട്ടപ്പെട്ടതിന് ശേഷമുള്ള സങ്കീർണതകളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ചെയ്തത് ഒരു കൂട്ടം ചെറുപ്പക്കാരാണെങ്കിലും പ്രതിസ്ഥാനത്ത് വന്നത് ഒരു സമുദായം മുഴുവനുമായിരുന്നു. അതിനുശേഷം ഒരുപാട് കാലം, ഈ കാലത്തും എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ജോസഫ് മാഷിൻ്റെ വിഷയമെടുത്ത് ഉന്നയിക്കുകയും മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാ കാലത്തും ലോകത്ത് ഏത് മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നതിനെല്ലാം മുസ്ലിം സമുദായം മൊത്തത്തെ അപലപിക്കുകയും മാപ്പ് പറയുകയും ചെയ്യേണ്ട ഒരു അവസ്ഥാവിശേഷം ഇന്ന് നിലവിലുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട രാഹുലേട്ടൻ അടക്കമുള്ള ആളുകളോട് ഞാൻ എൻ്റെ സങ്കടം പങ്കുവെക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്ന സഹോദരിയെ നിങ്ങൾക്കറിയാം അല്ലേ? ഒന്ന് കണ്ടു നോക്ക്. രാഹുലേട്ട, ഈ സാധുവായ പെൺകുട്ടി അവരുടെ നിസ്സഹായത കൊണ്ട് കരയുകയാണ്. എന്താണ് അവരുടെ നിസ്സഹായത? തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു മദ്രസ അധ്യാപകനായിരുന്നു, കാസർഗോഡ് ചുരിയിൽ പള്ളിയിലെ ഇമാമായിരുന്നു. ഹെൽമറ്റ് വെക്കാത്തതിന് 500 രൂപ പെറ്റി കൊടുക്കേണ്ടി വന്നിട്ടില്ലാത്ത, ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട മദ്രസ അധ്യാപകൻ. ഒരു തരത്തിലും ഒരു പ്രകോപനമോ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കുന്ന സംഘടനകളിലോ പ്രവർത്തിക്കുന്ന ആളുമല്ല, ഒരു സാധാരണ മദ്രസ അധ്യാപകൻ. രാത്രി പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ സംഘപരിവാറിൻ്റെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ പള്ളിയിൽ കയറി, ശ്രദ്ധിക്കണം, പള്ളിയിൽ കയറി കഴുത്തറുത്താണ് കൊല്ലുന്നത്. പ്രിയപ്പെട്ട രാഹുലേട്ട, റിയാസ് മൗലവിയെ വധിച്ച പ്രതിയുടെ മുണ്ടിൽ റിയാസ് മൗലവിയുടെ രക്തമുണ്ടായിരുന്നു. അത്രയും സുദൃഢമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും നിരുപാധികം പ്രതിയെ കോടതി വെറുതെ വിട്ടു. നിരുപാധികം, ഉപാധികളില്ലാതെ വെറുതെ വിട്ടു. അപ്പോൾ റിയാസ് മുസ്ലിയാർ എങ്ങനെ മരണപ്പെട്ടത്? ഒന്നിരിക്കെ ആത്മഹത്യ ചെയ്തു നമ്മൾ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ റിയാസ് മൗലവി കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് പറയേണ്ടി വരും. ഞാൻ സ്നേഹത്തെ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഇസ്ലാമേതര സംഘടന അപലപിച്ചിരുന്നോ? എത്ര സന്യാസിമാരുണ്ട്, മഠാധിപതികളുണ്ട്, ഏതെങ്കിലും ഒരാൾ അപലപിച്ചിരുന്നു? പ്രയാസം പറഞ്ഞിരുന്നു? സമൂഹത്തിൽ ഇത്തരം ഛിദ്രത ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞിരുന്നു? രാഹുലേട്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തറിയാവോ? ഒരു ആരാധനാലയത്തിൻ്റെ അകത്ത് കയറിയാണ് ആ പള്ളിയിലെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആളെ വധിക്കുന്നത്. നമ്മുടെ നാട് കത്താൻ ഇതിനേക്കാൾ വലിയ പ്രശ്നം വേറെ വേണോ? തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. സമീപകാലത്ത് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തകർത്തു, അതിൽ പിടിക്കപ്പെട്ടതെല്ലാം സ്വസമുദായത്തിൽപ്പെട്ടവർ. അതുപോലെ തന്നെ പരിഭാവനമായ ക്ഷേത്രത്തിനകത്തേക്ക് മാംസം വലിച്ചെറിഞ്ഞു, മനുഷ്യ വിസർജ്യം വലിച്ചെറിഞ്ഞു മലപ്പുറത്ത്. അതിലൊക്കെ പിടിക്കപ്പെട്ടത് ആരെയാണ്? അവരുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാം. ഈ മോശപ്പെട്ട പ്രവൃത്തികളെല്ലാം ചെയ്തത് പിടിക്കപ്പെട്ടത് ആരെയാണ്? സ്വസമുദായത്തിൽപ്പെട്ടവരെ തന്നെ. അതിലൊരു മുസ്ലിം ഉണ്ടായിരുന്നു എങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആരാധനാലയത്തിൻ്റെ അകത്ത് കയറി അവിടുത്തെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആളെ വധിക്കൊന്നും വേണ്ട. ഇപ്പം ഈ പറഞ്ഞ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, വാർത്താ മാധ്യമങ്ങളിൽ കേവലം ഒരു വാർത്തയായി ഒതുങ്ങിപ്പോയ ഒരു സംഭവം
ഒരു മുസൽമാനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരു വേള നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമല്ലോ. ആരെങ്കിലും റിയാസ് മൗലവി ആരാധനാലയത്തിൻ്റെ അകത്തിട്ട് വധിച്ചതിന് അപലപിച്ചിരുന്നു? ഇല്ല. മദ്രസയിലേക്ക് പോയ ഫഹദ് എന്ന 9 വയസ്സുകാരനെ കഴുത്തറുത്തു കൊന്നു. ആരെങ്കിലും അപലപിച്ചോ? ഇല്ല. ചിരതക്കുട്ടി എന്ന ആമിനക്കുട്ടിയെ മഞ്ചേരിയിലെ കോടതി വളപ്പിലിട്ടാണ് വധിച്ചത്. ആ കേസിലെ 2ാം പ്രതിയാണ് കൊടിഞ്ഞിയിൽ ഫൈസൽ. മതം മാറി എന്നൊറ്റ കാരണം കൊണ്ട് തുണ്ടം തുണ്ടമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി. ആരെങ്കിലും അപലപിച്ചിരുന്നു? 90 വയസ്സ് പിന്നിട്ട തേവലക്കര അലവിക്കുഞ്ഞ് മൗലവി, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ രാവിലെ പ്രഭാത നമസ്കാരത്തിന് പുറപ്പെടുകയും അംഗസ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല ചെയ്യുന്നത്. ആരെങ്കിലും അപലപിച്ചിരുന്നു? പെരുന്നാളിൻ്റെ തലേ ദിവസം വസ്ത്രമെടുക്കാൻ പോയ ജുനൈദിനെ തല്ലിക്കൊന്നു കളഞ്ഞു. 20 വയസ്സേ ഉള്ളൂ, ചെറിയ പയ്യൻ. ആരെങ്കിലും അപലപിച്ചിരുന്നു? ആരെങ്കിലും, ഒരു മഠാധിപതിയെങ്കിലും ഒരു അഭിപ്രായം ഇത് പാടില്ല എന്നുള്ളത്? കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് മറ്റ് സമൂഹങ്ങളെക്കാൾ മുമ്പ് ഇത് തോന്നിയമാസമാണ്, തിന്മയാണെന്ന് പറയാൻ മുസ്ലിം സമുദായമാണ് ശക്തിയുക്തം രംഗത്ത് വന്നത്. പാടില്ല എന്ന് പറഞ്ഞു, ഇത് ഇസ്ലാമല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് സനാതനധർമ്മമല്ല, ഇത് ധർമ്മ സംസ്ഥാപനമല്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മഠാധിപതിയോ ഒരു സന്യാസി ശ്രേഷ്ഠനോ രംഗത്ത് വന്നിരുന്നു? എല്ലാ കാലത്തും എല്ലാ കാര്യത്തിലും മുസ്ലിം സമുദായം മാത്രം അപലപിക്കണമെന്ന് പറഞ്ഞതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ബഹുമാനത്തോട് കൂടി തന്നെ പറയുന്നത് എന്തിനാണ് എന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും, എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിന്മ ചെയ്യുന്നത് അവരിലേക്ക് മാത്രം ഒതുക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അല്ലാതെ ഒരു സമുദായം മുഴുവനായി വന്ന് ഏങ്ങലടിച്ച് കരയുകയും നെഞ്ചത്തടിച്ച് കരയുകയും ഞങ്ങൾ ഇങ്ങനത്തെവരല്ല എന്ന് പറയേണ്ടവരല്ല. ഞാൻ 33 വർഷമായി ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു പെറ്റി കേസ് പോലും എൻ്റെ പേരിലില്ല. ഒരാളെ അപകീർത്തിപ്പെടുത്തിയതിൻ്റെ പേരിലോ ഒരാൾ ഉപദ്രവിച്ചതിൻ്റെ പേരിലോ ഒന്നും നമ്മളാരും അതിനകത്ത് പ്രതിയല്ല. എന്നിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ പലരും കമൻറ്റ് ബോക്സിൽ തീവ്രവാദി, വർഗീയവാദി, ഭീകരവാദി എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ്? ഈ വസ്ത്രം കണ്ടിട്ട്, ഈ താടി കണ്ടിട്ട്, ഈ തൊപ്പി കണ്ടിട്ട്. അവർ പറഞ്ഞോട്ടെ, നമുക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. എന്തുകൊണ്ടാണ്? തീവ്രവാദി, ഭീകരവാദി എന്ന് പറഞ്ഞ ആരാണ് ഈ തീവ്രവാദി, ഭീകരവാദിയും? മനുഷ്യരെ കൊല്ലുന്നത് തീവ്രവാദവും ഭീകരവാദമാണെങ്കിൽ ഈ പറയപ്പെട്ട സംഘടനകൾ മാത്രമല്ലല്ലോ. എത്ര മനുഷ്യരെ, നിരപരാധികളായ എത്ര മനുഷ്യരെ മാംസം കഴിച്ചതിൻ്റെ പേരിൽ കൊന്നിട്ടില്ലേ? അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഗൗരി ലങ്കേഷിൻ്റെ നെഞ്ചകം തുളച്ചു കളഞ്ഞില്ലേ? ഇതിനൊക്കെ ആരെങ്കിലും അപലപിച്ചിട്ടുണ്ടോ? ആരും അപലപിച്ചിട്ടില്ല. അപ്പോൾ കൊല്ലപ്പെടുന്നവൻ, ഇരയാക്കപ്പെടുന്നവൻ അവൻ മുസ്ലിമാണ് എങ്കിൽ ഇവിടെ ചർച്ചയില്ല എന്നുള്ളതാണ്. അതേസമയം മുസ്ലിമേതര സമൂഹമാണെങ്കിൽ ഇസ്ലാം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും രാവും പകലും നെഞ്ചത്തടിച്ച് കരയുകയും അപലപിക്കുകയും വേണം എന്നുള്ളൊരു സിദ്ധാന്തമാണ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ചിന്ത ബഹുമാനപ്പെട്ട രാഹുൽ ഏട്ടനോട് പങ്കുവച്ചേ ഉള്ളൂ. എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് ആദരവോടുകൂടി അറിയുകയാണ്.